ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് നൂതില ചെരുപ്പ് ഫാക്ടറിയാണ്. നൂറയാണ് ഈ ഫാക്ടറിയുടെ ഓണർ. എന്തുകൊണ്ടാണ് നൂറേനെ ഫാക്ടറി ഓണർ ആക്കിയത്? ആ രഹസ്യം ബിഗ് ബോസ് നൂറെ അറിയിക്കുകയാണ്. അതെ, ഇതിനകത്ത് നൂറയുടെ സഹായിയായിട്ട് ജിഷിനുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് ജിഷിനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് തൊഴിലാളികളെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമാണ് ഇന്ന് തൊഴിലാളികൾ, നാളെ ബാക്കിയുള്ളവരാവാനാണ് ചാൻസ്. സോ ഇതിനകത്തൊരു യൂണിയൻ ലീഡർ ഉണ്ട്, അക്ബർ. അക്ബർ ഇതിനകത്തൊരു മെയിൻ റോള് പ്ലേ ചെയ്യും. നൂറയുടെ കയ്യിൽ കുറച്ച് കോയിൻസ്, ഗോൾഡ് കോയിൻസ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കോയിൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ആക്ടിവിറ്റി ഏരിയയിൽ നടക്കുന്ന ഒരു ടാസ്ക് ആണ്. എന്നാലും ഇതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ, രസകരമാക്കാനും ഒക്കെ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് ആ ലീവിംഗ് ഏരിയയിൽ വെച്ചിട്ട് തന്നെ. അതായത് ശരിക്കുമായിട്ട് ഒരു ഓണറായിട്ട് നൂറ നിൽക്കുന്നു. അതേപോലെ പുറകെ നടന്ന് പണി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അനുവും പ്രവീണും കപ്പിൾസ് ആയിരിക്കുകയാണ്. അതെ, ഭാര്യയും ഭർത്താവും ആയിരിക്കുകയാണ്. എന്നിട്ട് അവര് മറ്റേ പ്ലാച്ചീരിയും കൊണ്ട് നടക്കുന്നു. അതേപോലെ റെന ഇവിടെ റിബൽ തൊഴിലാളിയായിട്ട് എങ്ങനെയെങ്കിലും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് വന്ന റിബൽ തൊഴിലാളിയായിട്ട് നിൽക്കുന്നു. അനീഷ് തൊഴിൽ തേടി നടക്കുന്ന ഒരാളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതുവരെ നടന്നത്? ആ രഹസ്യം എന്താണ്? നൂറയ്ക്ക് എന്തെങ്കിലും നഷ്ടമാകുമോ ഈ ടാസ്ക് കഴിയുമ്പം? ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ഈ ടാസ്ക് എന്ന് പറയുന്നത് നൂതില നമ്മുടെ ചപ്പൽ ഫാക്ടറിയാണ്. ഇതിനകത്ത് സർവാധികാരിയായിട്ട് നൂറേനെയാണ് എടുത്തേക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാര്യം നൂറയ്ക്കാണ് സൂപ്പർ പവർ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? വേറെ ആരെയും ഈ ഫാക്ടറിയുടെ ഓണർ ആക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ഇനിയും പറയാൻ കിടന്നത് അൾട്ടിമേറ്റ് ചപ്പൽ കിങ് ഓഫ് കേരളയാണ് നൂറ. അപ്പൊ നൂറേനെ ഇതിനകത്ത് ഇത് വന്നപ്പോൾ തന്നെ നമ്മുടെ അനുവും പ്രവീണും കൂടെ ഓൾറെഡി പ്ലാൻ ചെയ്യുകയാണ് ഇതിനകത്ത് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. അതായത് അവർ ഭാര്യയും ഭർത്താവുമായിട്ട്, അതായത് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഭാര്യയും ഭർത്താവുമായിട്ട് ആക്ട് ചെയ്യാനാണ് പോകുന്നത്. അവർ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതായത് നൂറയുടെ പുറകെ നടക്കുന്നുണ്ട്. അയ്യോ എനിക്ക് എന്തെങ്കിലും തരണേ, നമ്മൾ തൊഴിലില്ലാത്ത ഭാര്യയും ഭർത്താവുമാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചും പിന്നെ ഒരു കൈക്കുഞ്ഞും ഉണ്ട് പ്ലാച്ചി, മാഡം ഒന്ന് പേരിടുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അനുവും പ്രവീണും മാക്സിമം അതിനകത്തൊരു സ്ക്രീൻ സ്പേസും കണ്ടന്റും ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. റെനയും ഇതുപോലെ തന്നെ റിബൽ ആയിട്ടുള്ള ഒരു തൊഴിലാളി, അതായത് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ആളെ കാണണം എന്ന് പറഞ്ഞിട്ട് ജിഷിൻ കയറിയിട്ട് ഇടയ്ക്ക് പിടിക്കാൻ നിൽക്കുമ്പോൾ തുടരുത് എന്നൊക്കെ പറഞ്ഞ് റെനയും നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അനീഷ് വളരെ സമാധാനപരമായിട്ട് എനിക്കൊരു ജോലി വേണമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ടന്റ് സംഭവം ഇതല്ല. ഗെയിം ഇതിനകത്ത് രസകരമായ ഭാഗങ്ങളാണ് അനുവും പ്രവീണും ഒക്കെ ചെയ്തെങ്കിലും സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നൂറേനെ ബിഗ് ബോസ് വിളിക്കുകയാണ്. ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയാണ്, നൂറ നിങ്ങളാണ് ഇവിടുത്തെ ഓണർ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഓരോ റൗണ്ടിലും ഓരോ ഓർഡർ കിട്ടും, മനസ്സിലായല്ലേ? ഓരോ ഓർഡർ ലഭിച്ചാൽ അത് പൂർത്തിയാക്കണം. അടുത്ത ഓർഡർ കിട്ടുന്ന അതായത് പൂർത്തിയാക്കാൻ ഇന്ന സമയം ഒന്നുമില്ല. ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഓർഡർ തയ്യാറാക്കുന്നത് വരെ, അതായത് അടുത്ത ഓർഡർ കിട്ടുന്നതിന് മുന്നേ ഈ ഓർഡർ തീർന്നിരിക്കണം. അങ്ങനെ പ്രത്യേകിച്ച് സമയമില്ല. സമയം എത്രയുണ്ടെന്ന് നൂറയ്ക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ അടുത്ത ഓർഡർ കിട്ടുന്നതിന് മുന്നേ ഇത് പൂർത്തിയാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഓർഡർ പൂർത്തിയാക്കിയില്ലെങ്കിൽ നൂറയ്ക്കാണല്ലോ സൂപ്പർ പവർ കിട്ടിയിരിക്കുന്നത്. അതിലെ 2 സൂപ്പർ പവർ, അതായത് 3 റൗണ്ട് കഴിവതും 2 എണ്ണമെങ്കിലും വിജയകരമായിട്ട് പൂർത്തിയാക്കണം. ഇപ്പൊ 20 ചപ്പല് നിങ്ങളുടെ ആദ്യത്തെ ഓർഡർ തന്നാൽ 20 ചപ്പലും പൂർത്തിയായിരിക്കണം. ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല. അത് നൂറ നോക്കിയിട്ട് ഏത് നല്ല ക്വാളിറ്റി അവർക്ക് കോയിൻസ് കൊടുക്കുക. നൂറയ്ക്ക് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ഓർഡറിലും ഇത്രയും ഓർഡേഴ്സ് കൊടുക്കും. ഓരോ റൗണ്ടിലും ആദ്യത്തെ റൗണ്ടിൽ 50 ആണെങ്കിൽ അടുത്ത റൗണ്ടിൽ ചിലപ്പോൾ 30 ആയിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യണം. എത്ര ചപ്പലാണോ ഉണ്ടാക്കാൻ പറഞ്ഞത് അത് കംപ്ലീറ്റ് ചെയ്യണം. അത് നൂറയുടെ ഉത്തരവാദിത്തമാണ്. അത് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചില്ല എങ്കിൽ 3 റൗണ്ടാണ് ടോട്ടൽ ഉള്ളത്. ആ 3 റൗണ്ടിൽ 2 റൗണ്ടെങ്കിലും വിജയമായിട്ട് കംപ്ലീറ്റ് ചെയ്താലേ നൂറ ഇതിനകത്ത് വിജയിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നൂറയുടെ സൂപ്പർ പവറിൽ 2 എണ്ണം നഷ്ടമാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അടുത്ത ആഴ്ച 2 നോമിനേഷനൊക്കെ കിടക്കുക, ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും, അത് നഷ്ടമാകും എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അതുകൊണ്ടാണ് നൂറേനെയാണ് ഇവിടെ ഓണറായിട്ട് എടുത്തേക്കുന്നത്. വേറെ ആരെയും ഇതിൽ ഓണറായിട്ട് എടുക്കാൻ പറ്റില്ല. കാര്യം സൂപ്പർ പവർ ഉള്ള ഒരാളെ ഓണറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് അപ്പം നൂറയ്ക്ക് പിന്നെയും ഡൗട്ടുണ്ട്. കോയിൻ കൃത്യമായിട്ട് യുക്തിപരമായിട്ട് വിതരണം ചെയ്യണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. ജിഷിനെ വിളിക്കാൻ എന്ത് സഹായത്തിനും. ചെരുപ്പിന്റെ ക്വാളിറ്റി നിർബന്ധമാണ്. പക്ഷേ നൂറ ഇവിടെ ചോദിച്ചു, ചെരുപ്പിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമാണോ, എനിക്ക് എണ്ണമല്ലേ ഇമ്പോർട്ടന്റ്. അപ്പം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾക്ക് എണ്ണത്തിൽ എത്ര 50 എണ്ണമാണോ 50 തീർത്ത് ചെയ്യാൻ മതി, നിങ്ങൾ ക്വാളിറ്റി നോക്കിയിട്ട് ചപ്പലിന് കോയിൻ കൊടുക്കാം. ഓക്കെ. അങ്ങനെ ചെരുപ്പ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള വീഡിയോ കാണിക്കും. പിന്നെ ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് നൂറയോട് പറയുന്നുണ്ട്, കർക്കശക്കാരിയായ ഒരു മുതലാളിയാണ്, അതുകൊണ്ട് കർക്കശക്കാരിയായിട്ട് തന്നെ നിൽക്കണം. അപ്പൊ നൂറ ഇങ്ങനെ നല്ല ഗെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല
ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ 50 ചപ്പലാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും അതിലൊരു ഡൗട്ടുണ്ട്. 50 ചപ്പൽ എന്ന് പറയുമ്പോൾ ചപ്പൽസ് എന്നാ പറഞ്ഞേക്കണേ, 50 പേരാണോ? അങ്ങനെയെങ്കിൽ 100 എണ്ണം ഉണ്ടാക്കേണ്ടി വരൂലേ? അതെനിക്കൊരു ഡൗട്ടാണ്. അത് ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ ലൈവിൽ. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു 50 ചപ്പലാണോ 50 പേരാണോ? മനസ്സിലായില്ലേ? എല്ലാവരും നൂറയ്ക്ക് ബഹുമാനം കൊടുക്കണം. അപ്പോൾ എല്ലാവരും എണീറ്റൊക്കെ നിന്ന്. അപ്പം നൂറ ഇപ്പോഴേ ആരും എന്നെ കൂടുതലൊന്നും വന്ന് ബഹുമാനിക്കുന്നു വേണ്ട, അവിടെ ഇരിക്കൂ. സീരിയസ് ആയിട്ട് നൂറ വരുന്നു. അപ്പോൾ ആര്യൻ ഇപ്പോഴേ ബഹുമാനം ഒന്നും കൊടുക്കാൻ നമ്മളില്ല, പിന്നെ നാളെ കൊടുത്താൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യനും ജിസേലും ഒക്കെ ശരിക്കും പറഞ്ഞ് ഇന്ന് അങ്ങ് രംഗത്ത് നിന്ന് ഔട്ടായി. പക്ഷേ ഈ ഒരു സംഭവം നാളെ അവർക്ക് കളിച്ചാൽ മതിയെങ്കിലും അതിനെ യൂസ് ചെയ്യുന്നത് അനു, പ്രവീണും, റെനയും, അനീഷുമാണ്. ഈ 4 പേരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ റെന വന്നിട്ട് ആരെയും സുഖിപ്പിക്കാതെ നമുക്ക് നോക്കാം. എനിക്ക് ആരെയും സുഖിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് റെന പറയുന്നുണ്ട്. അനുവും പ്രവീണും പതുക്കെ പോയിട്ട് നൂറയുടെ അടുത്തിരിക്കാൻ നോക്കുമ്പോൾ നൂറ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ റെന പുറകെ പോകുന്നു. അപ്പോൾ അനീഷ് സമീപിക്കുന്നു. നമസ്കാരം മാഡം, അതെ, ഇന്നലെ ന്യൂസ് പേപ്പറിൽ നിങ്ങളൊരു നല്ലൊരു ആഡ് കണ്ടു, നിങ്ങളൊരു മികച്ച യുവ സംരംഭകയാണെന്നുള്ള ഒരു ആഡ് ഞാൻ കണ്ടിരുന്നു. ദയവ് ചെയ്ത് എനിക്കൊരു അങ്ങോട്ട് മാറിയിക്കൂ. എന്താണ്? ആരാണ്? എന്താണെന്ന്? അനു എനിക്കൊരു ജോലി വേണം. എനിക്കൊരു ജോലി വേണം. അങ്ങോട്ട് മാറിയിക്ക്. അപ്പം പ്രവീൺ എനിക്കും ഒരു ജോലി വേണം. നിങ്ങൾ രണ്ടുപേരും, അത് നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. നമുക്ക് 3 വയസ്സായ കൊച്ചുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച് ഉണ്ട്, പിന്നെ 1 വയസ്സായ ഒരു കൊച്ചുണ്ട്. നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കാര്യമൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ അല്ല, നമുക്ക് ഒരു ജോലിയില്ല മാഡം, ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ജോലി തരുമോ? ജോലിയൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എനിക്കിപ്പോൾ അറിയേണ്ട. അസിസ്റ്റന്റ് എവിടെ? അസിസ്റ്റന്റ് ജിഷിൻ എവിടെ? ജിഷിൻ അപ്പം ഡ്രസ്സ് ഇടാൻ വേണ്ടി പോയി. നിങ്ങൾ അസിസ്റ്റന്റിനെ പോയി കാണും, എനിക്ക് സമയമില്ല. പറയാ ഞാനുണ്ട് മാഡം, എനിക്ക് ജോലി തരുമോ? എനിക്ക് ഇവര് അഴുക്ക സ്ത്രീയാണ്, ഈ അഴുക്ക കുട്ടിയാണ്. അഴുക്ക സ്ത്രീ അല്ല, അഴുക്ക കുട്ടിയാണ് ഇവർ രണ്ടുപേരും. ഇവർ കള്ളിയാണ്. അവർ കള്ളി. റെന വന്നിട്ട് അനുവിനെ കള്ളി പോ ഇത് നമ്മുടെ അയൽക്കാരിയാണ് മാഡം. ഇവർ അയൽക്കാരി കൊള്ളൂല മാഡം. നമുക്ക് ജോലി തരുമോ മാഡം? ജോലി തരുമോ? അപ്പം ഇല്ല, നിങ്ങൾ എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയപ്പോ, ജിഷിൻ്റെ അടുത്ത് പോകും. അപ്പം ജിഷിൻ അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ നമുക്കൊരു ജോലി തരുമോ? നമ്മൾ നന്നായിട്ട് ചെയ്തോളാം. ചൊറോണ വന്ന് എൻ്റെ ഭർത്താവിന് വരില്ല, ചോയ വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ക്രിഞ്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എന്നാലും പക്ക സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ട്. അപ്പം കോവിഡ് വന്നിട്ട് ദേഹമൊക്കെ ഇതായിട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ജോലി പോയി. 2ാമത്തെ ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കണത്. ഒരു ജോലി തരുമോ? ഒരു ജോലി മാഡത്തോട് പറഞ്ഞിട്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ജിഷിനെ കുറേ ഇതാക്കുന്നുണ്ട്. ഇതൊരു ആക്റ്റാണേ, ഇതൊരു ഡ്രാമയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ ഡ്രാമ ഒരു ഇതെടുക്കുന്നത്, ആ ടാസ്ക് ഒന്ന് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് ഡ്രസ്സ് ഭയങ്കര ഫിറ്റ്. മാഡം എനിക്ക് ഡ്രസ്സ് ടൈറ്റാണ്, എനിക്ക് ഇരിക്കാൻ പറ്റൂല. നിങ്ങൾ സിബ് അടിച്ചിട്ടിരുന്നാൽ മതി. അയ്യോ, അങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിന് പേരിടണം, പ്ലാച്ചിയും കൊണ്ട് വരുന്നുണ്ട് അനു. കുഞ്ഞിന് പേരിടണം മാഡം പ്ലീസ് ഒന്ന് നോക്കുമോ മാഡം കുഞ്ഞിനെ? നിങ്ങൾ പോവൂ, എന്തൊരു ശല്യമാണിത്. അസിസ്റ്റന്റ് പിടിച്ച് പുറത്താക്കുമോ അവരെ? അപ്പൊ റെന ഞാനിവിടെ ഇരിക്കും. എനിക്ക് എന്താ ഇരിക്കാൻ പറ്റാത്തത്? ഞാൻ മാഡത്തിനോടാണ് സംസാരിക്കുന്നത്. താൻ പോടോ, എന്റെ ദേഹത്ത് തൊടരുത് റെന. അതിനിടയിൽ കൂടെ അക്ബറും തൊഴിലാളികളും കൂടി ജിഷിനെതിരായിട്ട് ഇങ്ങനെ പറയും. ഇതൊക്കെ കോമഡിയാണേ. ജിഷിനെതിരായിട്ട് ഈ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാഡത്തിനെ മുടിക്കും മാഡം. മാഡത്തിനെതിരായിട്ടാണ് ഇയാൾക്ക് വെറും വ്യക്തി താല്പര്യങ്ങളുണ്ട് മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അനു ഇടയിൽ കാല് പിടിക്കാനൊക്കെ കയറുന്നു. ബിഗ് ബോസ് എന്ത് ചെയ്തെന്ന് അറിയാമോ? അപ്പം ഇത് ഇവിടെ നിന്ന് വന്നത് സീരിയലിലെ ഏതോ സെറ്റിൽ തീ പിടിച്ചിട്ട് ഇറങ്ങി ഓടിയതാണെന്ന് തോന്നുന്നു എന്നൊക്കെ അനുവിനെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ലിവിങ് റൂമിൽ വന്നിരുന്നിട്ട് ബിഗ് ബോസ് ഇവർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ വിളിപ്പിക്കുമ്പോൾ അനീഷ് അവിടെ ഇരിക്കുകയാണ്. അപ്പം നൂറ വന്നിട്ട് മാറിയിരിക്കൂ. ഓ ശരി മാഡം, ഇരുന്നോളൂ. അനീഷ് സീറ്റൊക്കെ കൊടുക്കുകയാണ്. ഇരുന്നോളൂ മാഡം. എൻ്റെ അടുത്ത് എൻ്റെ അസിസ്റ്റന്റ് ഇരുന്നാൽ മതി. ജിഷിനെ താഴേക്ക് ഇരുത്തിക്കുന്നു. അങ്ങനെ ചെരുപ്പിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവർ പ്ലാനിങ് ആണ്. ഇപ്പം അക്ബർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ്, യൂണിയൻ ലീഡറാണല്ലോ. അപ്പോൾ പുള്ളിക്കാരനും എല്ലാവരും കൂടി കുറേ ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണമായിരുന്നു. മൊത്തത്തിൽ ഗാർഡൻ ഏരിയയിലൊക്കെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഈ ഒരു ടാസ്ക് അല്ലേ. ഒരു ഗാർഡൻ ഏരിയ വെച്ച് നടത്തിയിരുന്നെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.